ചേർത്തല തിരോധാന കേസിൽ അന്വേഷണം പുതുവഴിയിലേക്ക്. ആലപ്പുഴ ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ 24 പുറത്തുകൊണ്ടുവന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. വെളിപ്പെടുത്തലിന്റെയും ശബ്ദരേഖയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. പ്രതി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും ക്രൈംബ്രാഞ്ച് സംഘം നീക്കം തുടങ്ങിയിട്ടുണ്ട്. ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, സെബാസ്റ്റ്യനും ഫ്രാങ്കളും കൂടി പള്ളിപ്പുറത്തെ വീടിൻ്റെ ബാത്റൂമിലിട്ട് കൊന്നതാണെന്നാണ് പറഞ്ഞത്. പ്രതി സെബാസ്റ്റ്യന്റെ അയൽവാസി ശശികലയുടേതാണ് 24നോടുള്ള ഈ വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഭൂമി ഇടനിലക്കാരനായ ചേർത്തല സ്വദേശി സോഡ പൊന്നപ്പന്റെ ഫോൺ സംഭാഷണവും സമഗ്രമായി പരിശോധിക്കും. ശബ്ദരേഖയിൽ കേസുമായി ബന്ധപ്പെട്ട് 6ലധികം പേരെ പരാമർശിക്കുന്നു. ഇവരെ കണ്ടെത്തി മൊഴിയെടുക്കാനാണ് ആദ്യ നീക്കം. സെബാസ്റ്റ്യനൊപ്പം ബിന്ദുവിനെ കൊലപ്പെടുത്താൻ പങ്കാളിയായെന്ന ആരോപണം നേരിടുന്ന ഫ്രാങ്ക്ലിന്റെയും സോഡ പൊന്നപ്പന്റെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ബിന്ദു തിരോധാന കേസിൽ സെബാസ്റ്റ്യന് കൂടുതൽ ആളുകൾ സഹായം നൽകിയെന്ന ആരോപണം ആവർത്തിക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. ഈ സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല ഇത്തരം കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത്, പലരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യന് കൂട്ടാളികളുണ്ട്, അവരിലേക്ക് അന്വേഷണം നീളണമെന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘം അതിലേക്കൊന്നും പോയിട്ടില്ല. റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ബിന്ദു പത്മനാഭൻ കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനാണ് നീക്കം. 24 ആലപ്പുഴ.